കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ പ്രവാസികൾക്കിടയിൽ ബോധവൽക്കരണവുമായി ഒമാനിലെ കൂട്ടായ്മകൾ. ഫുട്ബോൾ കളിക്കാരും കുടുംബാംഗങ്ങളും ചേർന്നാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. ഇഫ്താർ സംഗമങ്ങളും സംസ്ഥാനത്തെ ലഹരി ഉപയോഗം സജീവമായി ചർച്ചാ വിഷയമാക്കുന്നുണ്ട്. സേ നോ ടു ഡ്രഗ്സ്, സേ യെസ് ടു ഫുട്ബോൾ. ലഹരി വേണ്ട, ഫുട്ബോൾ ലഹരി മതി. ഒമാനിലെ ഫുട്ബോൾ കളിക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും മയക്കുമരുന്ന് ബോധവൽക്കരണത്തിന്റെ കാതലാണ് ഈ ആശയം. ഗോബ്ര ഫുട്ബോൾ ഗ്രൗണ്ടിൽ നടന്ന പരിപാടി വ്യവസായി നിയാസ് അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. കളിക്കാരും കാഴ്ചക്കാരും ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. പ്രവാസികളായ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. വളരെ പ്രയാസത്തോടു കൂടിയാണ് ഓരോ ദിവസത്തെ വാർത്തകൾ പ്രവാസികളായ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അതിനെതിരെ ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഫുട്ബോൾ പ്രേമികളായ ഒമാനിലെ ഞങ്ങളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയേക്കുന്നത്. സിയാദ് സ്വാഗതവും ലബീഷ് നന്ദിയും പറഞ്ഞു. സിയാദ് ഉണ്ണിച്ചിറ പരിപാടികൾക്ക് നേതൃത്വം നൽകി. 4 ടീമുകൾ മത്സരിച്ച ടൂർണമെന്റിൽ സ്റ്റോറി ഹൗസ് ജേതാക്കളായി. ഒമാനിലെ മലപ്പുറം ജില്ലാ പ്രവാസി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഗോബ്ര ഫുട്ബോൾ ഗ്രൗണ്ടിൽ നടന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനിലും ഇഫ്താർ സംഗമത്തിലും 700ഓളം പേർ പങ്കെടുത്തു. കേരള പ്രവാസി ക്ഷേമനിധി ഡയറക്ടർ വിൽസൺ ജോർജ് മുഖ്യ അതിഥിയായിരുന്നു. ഡോക്ടർ സിദ്ദീഖ് മങ്കട, രേഖ പ്രേം, സലിം അൽതാഫ്, ബിനോദ് ദാസ് തുടങ്ങി നിരവധി പ്രമുഖരും അതിഥികളായെത്തി. ജിസ്ര മുഹമ്മദ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നിയാസ് പൊൽപ്പാടൻ, ഹബീബ് റഹ്മാൻ, ഷമീർ കൊടക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു. ഫൈസൽ മുഹമ്മദ്, മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.